സ്വാമിജി അമ്മയുടെ അടുത്ത് ഒരു സന്യാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അമ്മയെപ്പോലെ ഒരു മഹാത്മാവിൻ്റെ സന്ദേശങ്ങൾ സ്വാമിജി ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ഈ ഒരു ഋഷീശ്വരന്മാരുടെ അറിവിനെ ലോക ജനത എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പാശ്ചാത്യ ലോകമാണ്. കാരണം ഭൗതിക സുഖങ്ങളുടെ പരിമിതി അനുഭവിച്ചവരാണവർ. കുടുംബ ബന്ധങ്ങളുടെ സൗന്ദര്യം മറന്നുപോയവരാണവർ. അപ്പോൾ എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ അവസ്ഥയിൽ അവർ ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാരുടെ ഉപദേശം ശ്രവിക്കാൻ കാത്തിരിക്കുന്നു. അമ്മയുടെ ഈ ലോക പര്യടന വേളയിൽ മാഞ്ഞു പോകുന്ന മാതൃഭാവത്തിൻ്റെ മഹിമ അവർ അനുഭവിക്കുന്നു. എല്ലാവരും പുരുഷന്മാരെ അനുകരിക്കാനുള്ള ശ്രമത്തിലാണ്. സ്ത്രീകൾ പോലും പുരുഷന്മാരെ അനുകരിക്കുന്നു. അതുകൊണ്ട് സ്ത്രൈണഭാവത്തിൻ്റെ സൗന്ദര്യം അവർ മറന്നുപോകുന്നു. അതിൻ്റെ ശക്തി, മാതൃഭാവത്തിൻ്റെ ശക്തിയിലാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ അവർ മറ്റൊരു അത്ഭുത ലോകത്തിൽ അവർ ചെന്ന് പെട്ടതുപോലെ അവർക്ക് തോന്നുന്നു. കാരണം അമ്മയും മക്കളും മാത്രമുള്ള ഒരു കുടുംബം. അമ്മ പറയാറുണ്ട്, ലോകം ഒരു കുടുംബമായി മാറുന്ന അത്ഭുതം. അതാണ് സംഭവിക്കുന്നത്. ഞാൻ ജപ്പാനിൽ ഉള്ള സമയത്ത് ഒരു സയൻറ്റിസ്റ്റ് എന്നോട് വന്ന് പറഞ്ഞു, അമ്മ വിതരണം ചെയ്ത തുളസി അരികൾ അദ്ദേഹം കിളിപ്പിച്ച് 1,00,000 തുളസി തൈകൾ അവിടെ ജപ്പാനിലെ പല ഭാഗങ്ങളിലും നടന്ന് കൊടുത്തു. അതിൻ്റെ മഹിമ പറഞ്ഞു കൊടുത്തു. അമ്മ പറഞ്ഞതനുസരിച്ച് ഗ്രീൻ ഫ്രണ്ട്സ് എന്നുള്ളൊരു സംഘടന രൂപീകരിച്ചു. അങ്ങനെ വിൻ്റർ ടൈമിൽ നശിച്ചു പോകാതിരിക്കാൻ പ്രത്യേക സജ്ജീകരണം ചെയ്ത മുറികളിൽ അവർ സൂക്ഷിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ ചെയ്തപ്പോൾ ആ സന്ദേശം ലക്ഷക്കണക്കിന് ആളുകളുടെ ഭവനത്തിലെത്തി. അതുപോലെ കുട്ടികൾ 10,000-ഓളം തുളസി തൈകൾ കുട്ടികൾ പോയി ഓരോ സ്ഥലത്തും വിതരണം ചെയ്തു. അതിൻ്റെ സാന്നിധ്യത്തിൽ ഔഷധ മൂല്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അതവർ ചെയ്തു. അതേപോലെ ആധ്യാത്മികതയെന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിൽ പ്രയോജനമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളും ഒക്കെ താല്പര്യം കുറവായിട്ട് തോന്നുന്നത്. ഏത് മേഖലയിലും മുൻനിരയിൽ വരുത്തുവാൻ ഈ ആധ്യാത്മിക ശക്തി ഉണർന്നാൽ സാധിക്കുമെന്ന് അവർക്ക് ബോധ്യമാകുന്നത് അത് അനുഷ്ഠിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ്. അതാണ് മഹാത്മാക്കൾ അവർ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരാശപ്പെടുത്താൻ കുറേ ആളുകളുണ്ടാവും. നമ്മളെ ഉത്തേജിപ്പിക്കുവാൻ ആളില്ലാതെ വരുന്നു. അപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് അധികം. അപ്പോൾ നമ്മളെ ഉത്തേജിപ്പിക്കുവാൻ നമുക്ക് മഹാത്മാക്കളുടെ ആവശ്യമുണ്ട്. അതാണ് മഹാത്മാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.